ഞാനിന്ന് നമ്മുടെ കയ്യിൽ ബാക്കി വന്നിട്ടുള്ള കുറച്ച് ചുരിദാർ സെറ്റുകളാണ് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് കറുപ്പാണ്, കോട്ടൺ സെറ്റാണ്. അത് ഷോള്. ഇത് ബോട്ടമാണ്, ലൈനായിട്ട് വരുന്ന ബോട്ടം. ടോപ്പ് അജറക് പ്രിൻ്റ് വരുന്ന ടോപ്പ്. ഫ്രണ്ടിലും ബാക്കിലും ഇതേ പ്രിൻ്റാണ്. കോട്ടനാണ്. 600 രൂപ. ഏതെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഇനി അടുത്തത് ഇക്കത്ത് പ്രിൻ്റ് വരുന്ന ഒരു സെറ്റാണ്. അതിനകത്ത് കോട്ടൺ പാൻ്റാണ്, ബ്ലൂ കളറ്. ഷാൾ വരുന്നത് രണ്ട് സൈഡിലും കസവോട് കൂടിയ ഷാളാണ്. അതിനകത്ത് ഫ്ലവർ പെയിൻറ്റിങ് പോയിട്ടുണ്ട്. അറ്റത്ത് ഡാസിൽസും ഉണ്ട്. ഇതാണ് അതിൻ്റെ ഷാള്. ടോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് മിറർ വർക്കും എംബ്രോയ്ഡറി പൂക്കളും ഫ്രഞ്ച് നോട്ടിൻ്റെയൊക്കെ വർക്കുകൾ വന്നിട്ടുണ്ട്. ഫ്ലവറിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഷുഗർ ബീഡ്സിൻ്റെ എംബ്രോയ്ഡറിയും പോയിട്ടുണ്ട്. ബാക്കിൽ ഈ പ്രിൻ്റ് മാത്രമാണുള്ളത്. ഇത് ഇത്തിരി കട്ടിയുള്ള തുണിയാണ്. കോട്ടൺ ലൈനിങ് ഇട്ടോ അല്ലെങ്കിൽ ലൈനിങ് ഇടാതെ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്തതായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഒരു ബാത്തിക് പ്രിൻറ്റിൻ്റെയാണ്. റെഡിഷ് മെറൂൺ ആണ് കളറ്. സിൽക്ക് ക്രേപ്പ് പാൻ്റാണ്. ഇതാണ് അതിൻ്റെ ഷാള്. ഷാളിൻ്റെ രണ്ടറ്റത്തും വീതിയുള്ള കസവിൻ്റെ ബോർഡറുണ്ട്. ബാത്തിക് പ്രിൻറ്റിൻ്റെ സൈഡിൽ ബോർഡറുണ്ട്. നല്ല ഒരു റെഡിഷ് മെറൂൺ ആണ് ഈ കളറ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷാള്. ഇനി നമുക്കതിൻ്റെ ടോപ്പ് നോക്കാം. ഇതിൻ്റെ യോക്ക് പോർഷനിൽ ബാത്തിക് പ്രിൻറ്റിൻ്റെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം. അതിൻ്റെ താഴെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് കസവിൻ്റെ ബോർഡറുണ്ട്. 980 രൂപയാണ് ഇതിൻ്റെ വില. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കോട്ടൺ സെറ്റാണ്. ഇതിൻ്റെ പാൻറ്റിന് അല്പം കളർ കൂടുതലാണ്. ഒരു റാണി പിങ്ക് കളറാണ്. റെഡ് അല്ല, റാണി പിങ്ക് കളറാണ്. ഇതാണ് അതിൻ്റെ ഷാള്. കോട്ടൺ ഷാളാണ്. ടോപ്പിലും അതേ കണക്ക് തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒരേ പ്രിൻ്റ് തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. 550 രൂപയാണ് ഈ സെറ്റിൻ്റെ വില. ഇതിൻ്റെ കൂടെ നമ്മൾ കൊണ്ടുവന്നതെല്ലാം വിറ്റുപോയി. ഇനി ഇത് ഒരൊറ്റ പീസേ ഉള്ളൂ. ഇതിലേതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയക്കാം. അടുത്തതായിട്ട് ബാന്തിനി പ്രിൻ്റ് വരുന്ന ഒരു സെറ്റാണ്. ഇതിന് പാൻറ്റും ഷാളും വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലാണ്. ബ്ലൂവിൽ ബാന്തിനി പ്രിൻ്റാണ്. ഇത് പാൻറ്റാണ്. നല്ല പ്യുവർ കോട്ടൺ പാൻറ്റാണത്. പാൻറ്റ് കൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് തയ്ക്കാം. അടുത്തത് ഷോളാണ്. ഷോളിലും ബാന്തിനി പ്രിൻ്റ് ഉണ്ട്. ഇത് ഇത്തിരി വീതി കുറഞ്ഞ ഷാളാണ്. ഒരുപാടങ്ങ് വീതിയില്ല. എന്നാൽ നമുക്ക് തലയിലൊക്കെ ഇടേണ്ടവർക്കും ഇടാൻ പറ്റുന്ന ടൈപ്പ് ഷാളാണ്. ഓറഞ്ച് കളറാണ് ടോപ്പ്. ടോപ്പിൽ മിറർ വർക്കുണ്ട്. ഫ്രണ്ട് പോർഷനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മഞ്ഞ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ഒരു ഡിസൈൻ റണ്ണിങ് സ്റ്റിച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പ്രിൻ്റ് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് അവർ ഹൈലൈറ്റായിട്ട് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത്. ആ റൗണ്ടിനകത്ത് തന്നെ മിററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സെറ്റ്. അടുത്തത് നമുക്കൊരു കോട്ടൻ്റെ ബാത്തിക് പ്രിൻ്റാണ് വരുന്നത്. കോട്ടൺ സെറ്റാണ്. പർപ്പിളാണ് കളറ്. ക്രേപ്പ് സിൽക്കിൽ വരുന്ന പാൻറ്റ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട. ഇതിൻ്റെ 4 ചുറ്റിലും ബോർഡറായിട്ട് ബാത്തിക് പ്രിൻ്റ് പോയിട്ടുണ്ട്. നല്ല കോട്ടൺ ഷാളാണ്. ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ്. ഫ്രണ്ട് വശത്ത് താഴെയായിട്ടൊരു ഹക്കോബ ഡിസൈൻ പോയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം. ഇതാണ് അതിൻ്റെ ഡിസൈനായിട്ട് വരുന്നത്. ഇത് വെച്ചടിച്ചേക്കുമല്ല, ഇതൊരൊറ്റ തുണിയാണ്. താഴോട്ട് ഹക്കോബയും മേളിലോട്ട് ബാത്തിക് പ്രിൻറ്റുമാണ് കോട്ടണിൽ വന്നിരിക്കുന്നത്. ബാക്ക് പ്ലെയിൻ കോട്ടൺ ആണ്. ബാക്കിൽ പ്രിൻ്റുകളൊന്നുമില്ല. ഇതാണ് അതിൻ്റെ ബാക്ക് പോർഷൻ. ഇനി അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ളതൊരു ഹക്കോബ സെറ്റാണ്. ഇതാണ് അതിൻ്റെ പാൻറ്റ്. സിൽക്ക് ക്രേപ്പ് പാൻറ്റാണ്. ഇതാണ് അതിൻ്റെ ടോപ്പ്. യോക്ക് പോർഷനിലായിട്ട് ഫ്ലവറിൻ്റെ പെയിൻറ്റിംഗ് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് പ്ലെയിൻ ആണ്. ഫ്രണ്ടിൽ ഫ്ലവറിൻ്റെ പെയിൻറ്റിങ്ങും എംബ്രോയ്ഡറിയും ഉണ്ട്. ബാക്ക് പ്ലെയിൻ ആണ്. എൻ്റെ കയ്യിലുള്ള ഈ സിംഗിൾ പീസുകളാണ്. ബാക്കിയെല്ലാം നമുക്ക് സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.